നമുക്കറിയാം, ജീവിതം കൊണ്ട് നമ്മളൊരു ലീഗുകാരല്ലേ. നമ്മൾ ആരെയെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിക്കുമോ? നമ്മൾ ഏതെങ്കിലും ഒരു മതത്തെ അപമാനിക്കാൻ ശ്രമിക്കുമോ? ലീഗായി നിൽക്കുന്നത് ലീഗിനോടുള്ള ബാധ്യതയുടെ പേരിലാണ്. അവിശ്വാസമാണ് നമ്മളെ വർഗീയവാദിയാക്കുക, നമ്മളെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക. പക്ഷേ 3 തവണ നിങ്ങൾ ഓർക്കണം, വീട് റെയ്ഡ് ചെയ്തു. എന്നിട്ട് ഒരു കൂലിത്തല്ലുകാരനായ ഒരു പഴയ SFI-കാരൻ ED-യിലെ ഡെപ്യൂട്ടേഷന് വന്നപ്പോ അവന്റെ കയ്യിൽ കേസ് കൊടുത്തു. എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഭാര്യനോട് ചോദിക്കുകയാണ്, ആര് ED ഓഫീസറെ, എന്തിനാ ഇയാളെ കെട്ടിയത്? മോളെ കെട്ടിക്കാനായി. അപ്പോഴാ ചോദിക്കണത്. കുറച്ച് മുമ്പാണെങ്കിൽ ഒരു നിലപാടെടുക്കായിരുന്നു. ഭാര്യയുടെ വാപ്പയോട് ചോദിക്കുക, ഹറാസ്മെന്റിന്റെ അങ്ങേ അറ്റം, ചെയ്യാവുന്നതിന്റെ പരമാവധി, മീഡിയ മുറികളിൽ നിന്ന് വലിയ വിചാരണ. ഞാൻ കേരളത്തിലെ SFI-കാരായ DYFI-കാരുടെ മീഡിയ സുഹൃത്തുക്കളോട് പറയട്ടെ, ഞാൻ കുറച്ചു മുമ്പ് കുറച്ച് വൈകാരികമായി പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പറയണില്ല. ആരോട്? അരുണിനോട്, ഹർഷനോട്, സനീഷിനോട് ഒക്കെ DYFI-കാരാണ്. ഞാൻ പറയുന്നു, സുപ്രീം കോടതിയിൽ നിന്ന് വിധിയും വാങ്ങിയിട്ട് ഇതാ ഒരു ലീഗുകാരൻ എന്ന നിലക്ക് ഞാൻ അഗ്നിശുദ്ധി വരുത്തിയിട്ട നിൽക്കണത്. പറഞ്ഞ തോന്നിയാസത്തിനൊക്കെ ഉളുപ്പും നീതിബോധവും ഉണ്ടെങ്കിൽ ഒരു മാപ്പെങ്കിലും പറയാൻ ശ്രമിക്ക്. നിങ്ങൾ ആരെങ്കിലും, നിങ്ങളൊക്കെ. അതെനിക്ക് പറയാനുള്ളത്.